ഈ പുഴുവൊക്കെ ഇപ്പോൾ പട്ടിയുടെ പല്ല് വെച്ചാണോ കടിക്കുന്നതെന്നൊരു ഡൗട്ടോട് കൂടിയിട്ടാണ് ഞാൻ ഈ റംബൂട്ടാൻ മരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ഇത്ര ദിവസമായിട്ട് നല്ല സുന്ദരനായിട്ട് നിന്നിരുന്ന ചെടിയായിരുന്നു. ഒരു കേടോ പുഴുക്കുത്തോ ഒന്നുമില്ലാതെ നിന്നിരുന്ന ചെടി. പക്ഷേ വളരെ കുറച്ച് ദിവസം കൊണ്ട് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയായി. പക്ഷേ നോക്കിയേ, ഒരു പുഴു ചെയ്യുന്ന പോലെ വൃത്തികേടായിട്ടല്ല ഇതിൻ്റെ ഇല ഭക്ഷിച്ചു വെച്ചിരിക്കുന്നത്. കറക്റ്റ് ഓരോ കടിക്കും ഇടയിലും കറക്റ്റ് ഗ്യാപ്പ് ഇട്ട് ഇത്ര സെൻറ്റിമീറ്റേഴ്സ് അളന്ന് വൃത്തിയിലാണ് ഈ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത്ര ഭംഗിയിലൊരു കൊത്തുപണികൾ ചെയ്യാൻ നമ്മുടെ ഈ പുഴുക്കുട്ടന്മാർക്ക് പറ്റുമോ എന്ന് ഞാൻ കുറച്ച് ദിവസം നോക്കി. ആരാണ് ഇതിൻ്റെ പിന്നിലെ കുറ്റവാളി എന്നറിയണമല്ലോ. അപ്പോൾ ഓരോ ദിവസവും ഞാൻ വന്ന് ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു, ഇത്ര ഭംഗിയിൽ ആരാ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം സംശയം ഈ വിദ്വാനെയായിരുന്നു. പക്ഷേ അല്ല, ദൈവന്മാരാണ് ഇതിൻ്റെ പിന്നിൽ. ഇവരാരാന്നറിയോ? ഇവരെ വിളിക്കുന്ന പേരാണ് ലീഫ് കട്ടർ ബീസ്. കണ്ടോ, ഇവർ ഈ ഇതുപോലെ ഇലകൾ കറക്റ്റ് പാകത്തിന് കട്ട് ചെയ്തിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നോക്കിയേ. ഇതുപോലെ കൂട് വെക്കാനാണ് കൊണ്ടുപോകുന്നത്. അത് മരത്തിലായിരിക്കാം, അവർക്ക് എവിടെയാണ് യോജിക്കുന്നത് ആ ഒരു സ്ഥലം കണ്ടെത്തി അവരുടെ കൂടുണ്ടാക്കാൻ കൂട്ടിലേക്കാണ് ഈ കറക്റ്റ് പാകത്തിന് ഭംഗിയിൽ ഇല കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇനി അവരെ കട്ട് ചെയ്യുന്ന രീതി നോക്കി. ഇലയുടെ ഒരറ്റത്ത് നിന്ന് വൃത്താകൃതിയിൽ നല്ല വൃത്തിയിലാണ് അവർ കട്ട് ചെയ്ത് വരുന്നത്. അവരുടെ കുഞ്ഞു കാലുകളും കുഞ്ഞു കൈകളും കുഞ്ഞു വായു ഉപയോഗിച്ച് അവർ ഇത്ര ഭംഗിയിൽ സർക്കിളായിട്ട് കട്ട് ചെയ്യുന്നത് നമ്മൾ വിശ്വസിക്കാനേ സാധിക്കില്ല. ഇത്ര ചെറിയൊരു ജീവിയാണ് ഇത്ര ഭംഗിയിൽ ഇത് ചെയ്യുന്നതെന്ന്. വായുവിൽ നല്ലൊരു ബാലൻസിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ആ ഒരു ഇലയുടെ കഷ്ണം കട്ട് ചെയ്തെടുക്കുകയാണ്. എത്ര ഭംഗിയായിട്ടാണല്ലോ ചെയ്യുന്നത്. ഇനി ഇതെങ്ങോട്ടാണ് ഇവർ കട്ടെടുത്ത് ധൃതിയിൽ പോകുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, ഒരു കള്ളൻ എന്തെങ്കിലും കട്ടുകൊണ്ട് ഓടി രക്ഷപ്പെടുന്ന പോലെ ആ കട്ട് ചെയ്തെടുത്ത ഇലയും കൊണ്ട് അവർ എങ്ങോട്ടാണ് പറഞ്ഞു പോകുന്നത്? അവരുടെ കുഞ്ഞു ലോകമായിട്ടുള്ള അവരുടെ കൊച്ചു വീട് കെട്ടിപ്പടുക്കാനാണ്. എന്തായാലും ഒരു വാക്ക് ചോദിക്കാതെ നന്നായി നിൽക്കുന്ന റംബൂട്ടാൻ്റെ ഇലകൾ കട്ടുകൊണ്ട് പോകുന്നത് അതൊരു നല്ല കാര്യമില്ലല്ലോ. അപ്പോൾ ഇവർക്ക് നല്ലൊരു പണി കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ ഗുണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റ് ബീ വർഗ്ഗങ്ങളെ പോലെ തന്നെ നല്ല പോളിനേറ്റേഴ്സാണ് ഇവർ. പിന്നെ അതുപോലെ ആ ചെടിയിൽ നിന്ന് ലീവ്സിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് ചെടിക്ക് സാരമായിട്ട് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. ഒരു പുഴു ആണ് അത് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ നീരൂറ്റി കുടിച്ച് ആ ചെടീനെ ഒന്നുമല്ലാതാക്കി മാറ്റും. പക്ഷെ ഇവരാണെങ്കിൽ ആ ഒരു ചെടിയുടെ ഭംഗി കുറച്ച് നഷ്ടപ്പെടുമെന്നല്ലാതെ വേറെ ആ ചെടിക്ക് കാര്യമായി യാതൊരു കുഴപ്പവും ഉണ്ടാവുന്നില്ല. അതൊരു കാര്യം. പിന്നെ നല്ല പോളിനേറ്റേഴ്സാണ്. ദീസ് ആർ എക്സെപ്ഷണലി ഗുഡ് ഇൻ യുവർ ഗാർഡൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡനിൽ ഇവ ഉണ്ടെങ്കിൽ പൂമ്പൊടി ഒരു പൂവിൽ നിന്ന് മറ്റു പൂവിലേക്ക് പോകാൻ, അതായത് പോളിനേറ്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ ഗാർഡനിൽ ഇവരുണ്ടെങ്കിൽ അതൊരു മുതൽക്കൂട്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇവർ ആരെയും അങ്ങനെ വെറുതെ ഉപദ്രവിക്കാറോ കുത്താറോ ഒന്നുമില്ല. പിന്നെ ഇവരെ കയ്യിൽ പിടിച്ച് ഇറുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവരുടെ നല്ല കുത്ത് കിട്ടും. അതല്ലാതെ നമ്മുടെ ഹണി ബീസിൻ്റെ പോലെ വെറുതെ വന്ന് കുത്തുന്നൊരു സ്വഭാവമേ ഇവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആകെ ഇവർ നമുക്കുണ്ടാക്കുന്ന ഒരു ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ഒരു മൊത്തത്തിലൊരു എസ്തെറ്റിക്കായിട്ടുള്ളൊരു ഭംഗി നഷ്ടപ്പെടുത്തുന്നതല്ലാതെ, എന്നാൽ പോളിനേറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവയെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറ്റില്ല എന്നല്ല, ഇവയെ നമ്മൾ ഉപദ്രവിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ള ഒരറിവ് എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഇവരെ ഞാൻ എൻ്റെ ഗാർഡനിൽ സ്വതന്ത്രമായിട്ട് വിലസാൻ അനുവദിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കണ്ടിട്ട് ഇവരുടെ കഴിവ് കണ്ട് ആകർഷിക്കപ്പെട്ടോ? നിങ്ങൾക്ക് ഇവരൊരു പെറ്റായിട്ട് വേണോ? അങ്ങനെ പെറ്റായിട്ട് വേണമെന്ന് തോന്നുന്നവർ, സ്വന്തം വീട്ടിൽ ഇലകൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ആളെ വേണമെന്നുള്ളവർ ഇവരെ പെറ്റായിട്ട് വളർത്താം. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുകൂടാതെ ഈ ലീഫ് കട്ടർ പീസിനെ നിങ്ങളുടെ ഗാർഡനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് എന്നുള്ളവരും കമൻറ്റ് ചെയ്യുക. Subscribe for more such videos.